കേരളത്തിൽ മുസ്ലിം ലീഗിന് അനുവദിക്കപ്പെട്ട 27 സീറ്റിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിന് കഴിഞ്ഞ അവസാനമായി വയനാട്ടിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയ ഭവന പദ്ധതിയുടെ ഉദ്ഘാടന സമയത്ത് പ്രവർത്തക സമിതി യോഗം ഉണ്ടായിരുന്നു. അന്ന് ആ പ്രവർത്തക സമിതി യോഗത്തിൽ സാദിഖലി ശിഹാബ് തങ്ങളെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇനി തങ്ങൾ പറഞ്ഞ അവരായിരിക്കും കാസർഗോഡ് സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമായി മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകരും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തിപ്പോൾ നോമ്പ് അവസാന ഘട്ടത്തിലെത്തിയതുകൊണ്ട് നോമ്പ് കഴിഞ്ഞ ഉടനെ എല്ലാ നിയോജകമണ്ഡലത്തിനും UDFൻ്റെ നിയോജകമണ്ഡലം കമ്മിറ്റികൾ സജീവമാവും, പ്രവർത്തന രംഗത്ത് പൂർണ്ണമായിട്ടും ഉണ്ടാവും. അതിനുള്ള പ്രവർത്തികളെല്ലാം ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ടു, ഇപ്പം അങ്ങയുടെ പേര് ആദ്യഘട്ടം മുതൽ കാസർഗോഡ് മണ്ഡലത്തിൽ പരിഗണനയിലുണ്ടായിരുന്നു, തീരുമാനമല്ല പരിഗണനയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങയെ സ്ഥാനാർത്ഥി ആക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ? അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. ഇതുവരെ ഒരു ചർച്ച നടന്നിട്ടില്ല. അത് ആഗ്രഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്, ഇങ്ങനെ മത്സരിക്കാനുള്ള ആഗ്രഹമുണ്ട്. അത് ഞങ്ങൾ ആലോചിച്ച് പറയാമെന്നില്ല ഒരു ഇതല്ലാതെ പലരും, ഞാൻ മാത്രമല്ലല്ലോ, പലരും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരോടും ഒരേ ഉത്തരവാണ് പറഞ്ഞത്. അങ്ങ് അത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചല്ലോ. സോ ഇവിടുത്തെ പൊതു മണ്ഡലങ്ങളിലൊക്കെ സജീവമാണ്. എന്തായിരുന്നു നേതൃത്വത്തിൽ നിന്നൊരു അനുഭാവപൂർവമായ നിലപാടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു? അല്ല, അത് ഇപ്പോൾ അവരൊരു സൂചനയും തരുന്നില്ല. ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണെന്ന്. അല്ല, പ്രതീക്ഷ ഇപ്പോൾ ഒന്നുമല്ല. എല്ലാവരും പ്രതീക്ഷ വെച്ചിട്ടാണില്ലേ സ്ഥാനാർത്ഥി ആവാൻ മോഹിക്കുന്നവരെല്ലാവരും പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അത് അവസാനം സാധിക്കില്ല, ഞങ്ങളൊരാളെ പറയും, ആ ആളായിരിക്കും സ്ഥാനാർത്ഥി. അതെല്ലാവരും അംഗീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതിലൊരു തർക്കമില്ല. അതായത് ഇവിടെയുള്ള ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട് ചോദിച്ചപ്പോഴാണോ അങ്ങ് ആഗ്രഹം? ഇല്ല, ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട് പലപ്പോഴും ചോദിക്കാറില്ല, ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ചോദിക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി പറയും. ഇവിടെ ജില്ലാ തലത്തിൽ ഒരു പേര് എന്ന നിലയിലേക്ക് എത്തുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, ജില്ലയിലെ കുറേ ആളെ പേര് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, കുറേ ആളുകളുടെ പേര് ഇങ്ങനെ പറയുന്നുണ്ട്. അത് അവരവർ പോയി ആഗ്രഹം പ്രകടിപ്പിച്ചതുകൊണ്ട് ആലോചിച്ചിട്ടുണ്ട്. ഇത് പരിഗണിക്കാമെന്ന് എല്ലാവരോടും എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതൃത്വം അത് എങ്ങനെ പരിശോധിച്ച് അത് പരിഗണിക്കുന്നതായിരിക്കും എന്നുള്ള വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. അതെ, അങ്ങ് സംസ്ഥാന നേതൃത്വം ഇങ്ങോട്ട് മത്സരിക്കാം എന്നെ സംബന്ധിച്ച് ചോദിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കും? എല്ലാവരും അങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു. ഇങ്ങോട്ട് ചോദിക്കാനൊന്നും ഇതില്ലല്ലോ. ഇതൊരു അംഗീകാരം കിട്ടുന്ന എല്ലാവരും അങ്ങോട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് എല്ലാവരും പ്രകടിപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നേരത്തെ ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു നിലപാട് ഇവിടെ ജില്ലയിൽ നിന്നുള്ള ഒരു ആൾ തന്നെ സ്ഥാനാർത്ഥിയായി വരണം എന്നായിരുന്നു. അങ്ങനെ പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്ത് ആ ഒരു തീരുമാനം വേണം, അത് സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കും എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ സംസ്ഥാന നേതൃത്വത്തെ വികാരം അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെ ജില്ലക്ക് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ജില്ലയിൽ നിന്നൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. പല തീരുമാനങ്ങളും എന്തെല്ലാം ഉണ്ടാകുന്നു, അത് രഹസ്യ സ്വഭാവമുള്ള പല തീരുമാനങ്ങളും ഉണ്ടെങ്കിൽ അതങ്ങനെ നേതൃത്വത്തെ അറിയിക്കുന്നല്ലാതെ ഇങ്ങനെ മാധ്യമങ്ങളിൽ പറയുന്നതല്ലല്ലോ. ലീഗിൻ്റെ ഒരു പാരമ്പര്യം അങ്ങനെ ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ നിലപാടിൽ തന്നെയാണ് ഉള്ളത്. ജില്ലയിൽ നിന്നുള്ളൊരു നേതാവ് വന്നാൽ അതാണ് പാർട്ടിക്ക് പ്രവർത്തകരുടെ വികാരം എന്ന നിലപാടിൽ ഉറച്ചു. അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടേ ഇല്ല. ജില്ലക്ക് പുറത്തുനിന്നുള്ള ഒരു പറ്റില്ല എന്നൊരു തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടുമില്ല. അത് പത്രങ്ങളിൽ ഇങ്ങനെ കാണുന്നതല്ലാതെ ഞങ്ങൾ ജില്ലാ നേതൃയോഗമോ ഇല്ലെങ്കിൽ മറ്റ് പ്രവർത്തക സമിതി യോഗമോ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടേ ഇല്ല. അപ്പോൾ അത് എടുക്കാത്ത തീരുമാനത്തിനെ അറിയിക്കാനും പറ്റില്ലല്ലോ. മുമ്പ് അങ്ങനെ പ്രതികരിച്ചിരുന്നു? ഇല്ല, ഷാജി വരുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ പറഞ്ഞു, ഷാജി, അത് പത്രക്കാർ ചോദിക്കുന്നത് ഷാജി വരുന്നുണ്ടോ. ഷാജി വരുന്നതെന്ന് ഞങ്ങളോടൊരു സൂചന പോലും നൽകിയിട്ടില്ല. പിന്നെ നല്ലൊരു പ്രാസംഗികയാണ് ഷാജി എന്ന് പറയുമ്പോൾ, കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ്. അപ്പോൾ പല പരിപാടികളിലേക്കും കാസർഗോഡ് വരുന്നതുകൊണ്ട് ഈ പത്രക്കാർ ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചതെന്നല്ലാതെ ഞങ്ങളോട് ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയോ ഷാജി മത്സരിക്കണം എന്നുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല. സംസ്ഥാന നേതൃത്വത്തിനോട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. അതുണ്ടെങ്കിൽ അത് ആരായാലും അത് സ്വീകരിക്കുന്ന നിലപാടായിരിക്കും. ഇപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് INL ഉണ്ടായിരുന്ന എന്നെ നെല്ലിക്കുന്ന് 1-2 മാസങ്ങൾക്ക് മുമ്പാണ് മുസ്ലിം ലീഗിലേക്ക് വരുന്നത്. എന്നെ നെല്ലിക്കുന്നിന് സീറ്റ് അത് 7 തവണ മത്സരിച്ച് ഏകദേശം 35 വർഷത്തോളം മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്നു. അപ്പം CT അഹമ്മദ് അലി സാഹിബിനെ മാറ്റിയാൽ കാസർഗോഡ് നിയോജകമണ്ഡലം പരാജയപ്പെട്ടു പോകുമെന്ന് ഭയമുണ്ടാകുന്ന സമയത്താണ് എന്നെ നെല്ലിക്കുന്നിനെ 2 മാസം മുമ്പ് 1-2 മാസങ്ങൾക്ക് മുമ്പ് INL നിന്ന് മുസ്ലിം ലീഗിലേക്ക് വന്ന എന്നെ നെല്ലിക്കുന്നിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തോടു കൂടി പിന്നെ എല്ലാം കഴിഞ്ഞു. നല്ല ഭൂരിപക്ഷത്തിന് CT അഹമ്മദ് അലി സാഹിബിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിനാണ് എന്നെ നെല്ലിക്കുന്നിനെ വിജയിപ്പിക്കാൻ അന്ന് സാധിച്ചത്. എങ്കിൽ ഇനി ആര് സ്ഥാനാർത്ഥിയായാലും ജയിക്കുന്നില്ലെങ്കിൽ പിന്നെ ഒരു തർക്കമൊന്നും ഇല്ലല്ലോ. KM ഷാജി വന്നാലും ഇരു കൈ നീട്ടി സ്വീകരിക്കാം ആരായാലും. KM ഷാജി ആയാലോ അല്ലെങ്കിൽ MK മുനീർ ആയാലും അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആയാലും സ്വീകരിക്കാതിരിക്കില്ല. ജില്ലയിൽ നിന്നൊരു ആൾ വേണം എന്നുള്ള വികാരമൊന്നുമില്ല ഇതുവരെ ഇല്ല. ഇനി ഉണ്ടോന്നില്ല. യോഗം ചേർന്ന് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഞങ്ങൾ അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ഞങ്ങളൊരു യോഗം ചേർന്ന് അറിയിക്കാൻ പോകും. നമുക്കിങ്ങനെ ലഭിക്കുന്ന വിവരം KM ഷാജി തന്നെ കാസർഗോഡ് സ്ഥാനാർത്ഥിയാവുന്നതാണ്. പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എന്നെ നെല്ലിക്കുന്നിന് അന്ന് INL നിന്ന് വന്ന് സ്വീകരിച്ച 2 മാസം മുമ്പ് എന്നെ നെല്ലിക്കുന്ന് മുസ്ലിം ലീഗിലേക്ക് എത്തിയപ്പോൾ സ്വീകരിച്ച ആളുകൾക്ക് പിന്നെ KM ഷാജിനെ സ്വീകരിക്കാതിരിക്കാൻ പറ്റും. MSFൽ കൂടി വളർന്നു വന്ന് യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എന്തായാലും സ്വീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെ സംബന്ധിച്ച് KM ഷാജി ഒരു പുതിയ ഉണർവ് കൂടിയാണ്. ഉണ്ടാവും. യുവാക്കൾക്കൊരു ഉണർവുണ്ടാവും. യുവാക്കൾക്കെല്ലാം ഒരു ഉണർവുണ്ടാവുമല്ലോ. നല്ല പ്രാസംഗികനാണ്. സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികൻ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രാസംഗികൻ. ജില്ലയിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആവേശമായി മാറും. അതുണ്ടാകാനാണ് സാധ്യത. അത് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷമല്ലേ എല്ലാവരും.